لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. കുറേ ആളുകൾ സനദ് വാങ്ങി അത് കയ്യിൽ പിടിച്ചിവിടെ ഇരിക്കുകയാണ്. എന്താണ് ഈ സനദ്? നമ്മൾ പഠിച്ചത് ദീനാണ്. ദീന് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദി എന്നാണ്. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൻ്റെ മുഖദ്ദിമയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ദീന് ഇസ്നാദ് കൊണ്ടാണ്. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയതാണ് ദീന്. അവർക്ക് അവരുടെ ഉസ്താദുമാരിൽ നിന്ന് അങ്ങനെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പോയി എത്തി. അവിടെ നിന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് എവിടെ നിന്ന് കിട്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടിയതാണ്. ദീന് പഠിക്കൽ അങ്ങനെയാണ്. ഇസ്നാദ്, ഇതാണ് ഇസ്നാദ് എന്ന് പറഞ്ഞാൽ. സനദ്, ഇസ്നാദ് ആണ്. ദീന് ഈ പരമ്പരയിലായിട്ട് ഇങ്ങനെ പഠിക്കുക. സ്വന്തം ഈ ദീനിൽ ആർക്കും ചിന്തിച്ചിട്ട് ഒന്നും പറയാൻ പാടുള്ളതല്ല. പിന്നേത് നല്ലതാണ്, അപ്പം അത് ചെയ്യാം എന്ന് ഒരാൾ തീരുമാനിക്കുക. മൻ ഹസ്സന ഫഖദ് ശറഅ വലൈസ ലഹു ദാലിക്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ ഒരു കാര്യത്തെ നല്ലത് എന്ന് പറഞ്ഞ് അതവൻ ചെയ്യാനും മറ്റുള്ളവരോട് ചെയ്യാനും കൽപ്പിക്കുകയാണെങ്കിൽ ഫഖദ് ശറഅ, അവൻ പുതിയൊരു ദീനുണ്ടാക്കി. വലൈസ ലഹു ദാലിക, അതിനുള്ള അധികാരം അവനിക്കില്ല. അത് നല്ലത്, ഇത് നല്ലത്. ഹുസ്ന് ഖുബ്ഹ് അതെന്താണ്? അത് ശർഈയാണ്. ഹുസ്ന് ഖുബ്ഹ് ചില വിഷയത്തിൽ അക്കലിയായിട്ടുണ്ട്. മധുരം നല്ലത്, കയ്പ് വെറുപ്പുള്ളത്, അതൊക്കെ അക്കല് തീരുമാനിക്കും. അങ്ങനെയുള്ള അല്ലാത്ത ശർഈയായ വിഷയത്തിൽ ഹുസ്ന് ഖുബ്ഹ് അത് അല്ലാഹുവിൻ്റെ വക്കെന്നാണ്. അത് അക്കല് തീരുമാനിക്കുന്ന കാര്യമല്ല. ഇത് ജമുൽ ജവാമി ഓതിയ മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. നല്ലത് ഏത്, ചീത്ത ഏത് എന്ന് അല്ലാഹു പറയണം. അല്ലാഹ് ആരോട് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയും. മലക്കിൻ്റെ വാസിത്ത കൊണ്ട് അല്ലെങ്കിൽ വാസിത്തയില്ലാതെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. സഹാബാക്കൾ താബിഈങ്ങൾക്ക്, താബികൾക്ക് നമ്മളിലേക്ക് എത്തി. അപ്പം നല്ലത് ഏത്, ചീത്ത ഏത് എന്നത് ദീനിയായ കാര്യങ്ങൾ അത് ഈ സനദോടുകൂടി നമ്മൾ കിട്ടണം. സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് ഇന്നത് നല്ലത് ഇന്നത് ചീത്ത എന്ന് പറയാൻ പറ്റുകയില്ല. ശറഈലുണ്ടോ അത് നല്ലത്, ശറഈലില്ലേ
അത് നല്ലതല്ല. അഖലിക്ക് ഹുക്കുമില്ല എന്നാണ്. ഹുക്കുമ് അള്ളാഹുവിൻ്റേതാണ്. ലാ ഹുക്മ ലിൽ അഖലി എന്നാണ്. അഖലിക്ക് ഹുക്കുമില്ല. അതായത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കുക നല്ലത്. ഒരാളുടെ ബുദ്ധിക്ക് ഒരു കാര്യം നല്ലതായി തോന്നും, പിന്നെ ഒരാളുടെ ബുദ്ധിക്ക് അത് നല്ലത് അല്ല എന്ന് തോന്നും. അങ്ങനെ ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ട്? ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആളുകളുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായം ഓരോന്നായിട്ട് മാറും. ഇപ്പൊ ദീന് എന്ന് പറയുന്നത് അതൊരു സ്ഥിരമാവുകയില്ല. പലർക്കും പല അഭിപ്രായം. അത് ഇല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ് ഹസന് ഖുബ്ഹ് എന്നത്. മനുഷ്യന്റെ ബുദ്ധിയെക്കൊള്ള ദീനിന്റെ കാര്യം ഏൽപ്പിച്ചാൽ ഇവിടെ ദീനുണ്ടാവുകയില്ല. പലരുടെയും ബുദ്ധി പല നിലക്കായിരിക്കും. അല്ലാഹുവിന്റെ ഹുക്മ് വൽ ഹുക്മു ഖിതാബുല്ലാഹിൽ മുതഅല്ലിഖു ബിഫിഇലിൽ മുകല്ലഫ് മിൻ ഹൈസു ഇന്നഹു മുകല്ലഫ്. ഹുക്മ് ശറഇൽ നല്ലത് ഏത്, മോശം ഏത്, ഹറാമ് കറാഹത്ത് ഏത്, സുന്നത്ത് ഉജൂബ് ജായിസ് അത് ഏത്, അപ്പൊ നല്ലത് ഏത് മോശം ഏത്, അത് ഖിതാബുല്ലാഹിൽ മുതഅല്ലിഖു ബിഫിഇലിൽ മുകല്ലഫീൻ. അത് ഖിതാബുള്ളയാണ്, അല്ലാഹുവിൻ്റെ കലാം. ഖിതാബുല്ലാഹി ഐ കലാമുഹു നഫ്സിയുൽ അസലിയു. അല്ലാഹുവിൻ്റെ അസലിയായ നഫ്സിയായ കലാമാണ്. ഇതാണ് ഹുക്മ്, അല്ലാഹുവിൻ്റെ ഖദീമായ കലാം. അവ ശറഈ എന്തല്ല, അത് മഖ്ലൂഖല്ല, അല്ലാഹുവിൻ്റെ ഖദീമായ കലാമാണ്. ചില ആൾ പറയുന്നേക്കാം മനുഷ്യനും മതവും സൃഷ്ടിയാണ്. ഇസ്ലാം ദീനിനെ സംബന്ധിച്ച് മതം എന്തല്ല, സൃഷ്ടിയല്ല. അത് ഖിതാബുല്ലാഹി, അള്ളാഹുവിൻ്റെ ഖിതാബായി കലാമുഹു നഫ്സിയുൽ അസലിയു. അള്ളാഹ് നഫ്സിയായ അസലിയായ കലാമാണ് ഹുക്മ്. അൽ മുതഅല്ലിഖു ബിഫിഇലിൽ മുകല്ലഫി. ആഖിൽ ബാലിഗ് അവനാണ് മുകല്ലഫ്. ഈ മുകല്ലഫിൻ്റെ പ്രവൃത്തിയോട് ബന്ധിച്ചത്, പ്രവൃത്തി അവൻ്റെ അംഗങ്ങളെ കൊണ്ടുള്ള അല്ലെങ്കിൽ നാവ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഖൽബ് കൊണ്ടുള്ള പ്രവൃത്തി. നിയ്യത്ത് ഖൽബിൻ്റെ പ്രവൃത്തിയാണ്. ഇതാണ് ഹുക്മ്. അപ്പോൾ ഈ ഹുക്മ് കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിൻ്റെ ഹുക്മല്ലേ. അത് നമ്മൾക്ക് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചെന്നതാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇന്നുള്ള ഈ ആളുകളാരും കണ്ടിട്ടില്ല. കണ്ടവർ സഹാബാക്കൾ. അപ്പോൾ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഒന്ന് പഠിച്ചു. അവരിൽ നിന്ന് താബിഈങ്ങൾ ഇന്ന് വരെ എത്തി. ദീനിലെന്തില്ല, ഒരു ഹുക്മ ഉണ്ടാക്കുന്നതിൽ അഖലിക്ക് യാതൊരു സ്ഥാനവുമില്ല. അള്ളാഹു ഇറക്കിയിരിക്കുന്ന ആ നിയമം, ആ നിയമത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധി ആവശ്യമാണ്, അഖല് ആവശ്യമാണ്. അഖല് തീരെ പരിഗണിക്കപ്പെടുന്നതല്ല എന്ന അർത്ഥമല്ല. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ മനസ്സിലാക്കാൻ വേണ്ടി അഖല് വേണം. അഫലാ തഅഖിലൂൻ. അള്ളാഹു ചോദിക്കും, എന്തേ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ ബുദ്ധി കൊണ്ട് എന്തേ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തേ? ആ ബുദ്ധി വേണം. ബുദ്ധിയില്ലാത്ത ജനങ്ങളെ ബുദ്ധിക്ക് ഒരു സ്ഥാനവും കൊടുക്കാൻ ജനങ്ങളെ അടിച്ചേൽപ്പിക്കാനല്ല ഇത്. നിങ്ങൾ മനസ്സിലാക്കൂ, അല്ലാഹ് നല്ലത് എന്ന് പറഞ്ഞത്, അല്ലാഹ് ചീത്ത എന്ന് പറഞ്ഞത്, അതിൽ ചിന്തിക്കൂ, അത് ചീത്തയല്ലേ? അല്ലാഹ് നല്ലത് എന്ന് പറഞ്ഞത് നല്ലത് അല്ലേ?
കുട്ടികളെ പിന്നെ കിടന്നാൽ മതി, എല്ലാ പരിപാടി കഴിഞ്ഞിട്ട്. അപ്പം ഇതാണ് സനത്. അള്ളാൻ്റെ വിധി നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഒരു പരമ്പര വേണം. പരമ്പരയില്ലാതെ ദീന് കിട്ടുകയില്ല. അതാ ഇന്നമ ദീനു ബിൽ ഇസ്നാദ്. ദീന് ഇസ്നാദ് കൊണ്ടാണ്. ഈ ഇസ്നാദിലാണ് ബറക്കത്തുള്ളത്. ബുക്ക് നോക്കിയിട്ട് പഠിച്ചാൽ, പുസ്തകം നോക്കിയിട്ട് പഠിച്ചാൽ വിജയിക്കൂല. ഉസ്താദില്ലാതെ ബുക്ക് മാത്രം നോക്കി പഠിച്ച ആളുകൾ, എത്രയോ ആളുകൾ പഴച്ചു പോയതുകൊണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തഫ്സീറിൻ്റെ പിന്നെ ഇമാമാണ്, ഇദാ റുംതൽ ഉലൂമ ബിഗൈരി ശൈഖി വളൽത അനി സിറാത്തിൽ മുസ്തഖീമി وتلتبس الأمور عليك حتى تصير أضل من ثم الحكيم. إذا رمت العلوم بغير شيخ. ഉസ്താദില്ലാതെ നീ ഇൽമു പഠിക്കാൻ ഉദ്ദേശിച്ചാൽ എനിക്കൊരു ഉസ്താദും വേണ്ട, ഞാൻ പുസ്തകം വായിച്ച് പഠിച്ചോളൂ. എനിക്ക് കന്നഡ വായിക്കാൻ അറിയും, മലയാളം വായിക്കാൻ അറിയും, അറബിയും വായിക്കാൻ അറിയാം. അറബി പദങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് അറിയും. എനിക്ക് വേറെ ഗുരുനാഥനൊന്നും വേണ്ട, ഞാൻ വായിച്ച് പഠിച്ചോളാം എന്നൊരാൾ ഉദ്ദേശിച്ചു. നീ ഉദ്ദേശിച്ചാൽ ضللت عن الصراط المستقيم. നീ ചൊവ്വായ വഴിയെ തൊട്ട് പിഴച്ചു പോകൂ. وتلتبس الأمور عليك حتى تصير أضل من ثم الحكيم. നിനക്ക് ചിലപ്പോൾ ഒരു വിഷയം മറ്റൊന്നായിട്ട് തോന്നിപ്പോവും. പറഞ്ഞതൊന്ന്, നീ മനസ്സിലാക്കിയതൊന്ന്. അങ്ങനെ നീ മനസ്സിലാക്കിയാൽ, തൂമാ വൈദ്യൻ എന്ന് പറഞ്ഞിട്ട് വൈദ്യനുണ്ടായിരുന്നു, അവനേക്കാൾ പിഴച്ചവനാവൂ. എന്താ? തൂമാ വൈദ്യൻ വൈദ്യശാസ്ത്രം പഠിച്ചത് ഒരു ഗുരുനാഥനില്ലാതെ പുസ്തകങ്ങൾ നോക്കിയിട്ട് പഠിച്ചതാണ്. അങ്ങനെ ഇയാളൊരു പുസ്തകം നോക്കുമ്പോഴേക്ക് പുസ്തകത്തിൽ കണ്ടു, ഹയ്യത്തു സൗദാഇ ശിഫാഉം മിൻ കുല്ലി ദാ. ഹയ്യത്തു സൗദാഇ എന്ന് കണ്ട്. കറുത്ത പാമ്പ് എല്ലാ രോഗത്തിനും ശിഫയാണ്. ഇയാൾ എങ്ങനെയാ കണ്ടത്? യഥാർത്ഥത്തിൽ എന്താണ്? ഹബ്ബത്തു സൗദാ ആണത്, കരിഞ്ചീരകം. എല്ലാ രോഗത്തിനും ശിഫയാണ്, ഇല്ല സാം, മരണം ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. ഇയാൾ വായിച്ച പുസ്തകത്തിൽ ബാഇൻ്റെ പുള്ളി കുറച്ച് വലുതായി പോയിട്ടുണ്ട്, മഷി അങ്ങോട്ട് പരന്നതായിരിക്കാം. അയാൾ ഹയ്യത്തു സൗദാഇ, കറുത്ത പാമ്പ്. ഇയാൾ വൈദ്യനാണല്ലോ, ബുക്ക് വായിച്ച വൈദ്യൻ. അങ്ങനെ ഇയാൾ കറുത്ത പാമ്പ് എവിടെ കിട്ടുമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടന്ന് ആനക്കാട്ടിൽ പോയി ഒരു കറുത്ത പാമ്പിനെ കണ്ട് അതിനെ പിടിച്ചയാൾ. അത് പിടിക്കാനുള്ള തന്ത്രവും അറിയില്ല. അത് പിടിക്കുമ്പോഴേക്ക് കടിച്ച് മരിച്ചു. ഇയാൾ മരിച്ചു. ഈ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? അയാൾ സ്വന്തമായി പഠിച്ചു. ഒരു ഉസ്താദ് ഇല്ല അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അത് ഹയ്യത്തല്ല ഹബ്ബത്തി എന്ന്. അയാൾക്ക് എന്താ നഷ്ടപ്പെട്ടത്? അയാളെ ഭൗതിക ജീവിതം നഷ്ടപ്പെട്ടു. ദീന് പുസ്തകം വായിച്ചിട്ട് നീ പഠിക്കാൻ ഉദ്ദേശിച്ചാൽ നീ തൂമാ വൈദ്യനേക്കാൾ അവല്ലാവും, അവനേക്കാൾ ഏറ്റവും പേഴ്ചവൻ. എന്താ? തൂമാക്ക് ഭൗതികമാണ് നഷ്ടപ്പെട്ടത്.
നീ ദീന് ബുക്ക് വായിച്ചിട്ട് പഠിച്ചാലോ നിന്റെ ദുനിയാവ് മാത്രമല്ല നിന്റെ പരലോകവും നഷ്ടപ്പെട്ടു പോകും. നിന്റെ പാരത്രിക ലോകം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. സുന്നത്ത് ജമാഅത്തിന്റെ എതിരിലുള്ളതിരിക്കുന്ന ഒരുപാട് ആളുകൾ പുസ്തകം വായിച്ച് പഠിച്ചവരാണ്. അവരെ ദീന് നഷ്ടപ്പെട്ടു, ആഖിറത്തിൽ നഷ്ടമാണത്. അപ്പൊ ഉസ്താദില്ലാതെ പഠിച്ചാൽ ആ ഇൽമിൽ വിജയമുണ്ടാവൽ പ്രയാസമുള്ളതാണ്. അതാ ഉസ്താദന്മാര് ഞങ്ങളെ പഠിപ്പിച്ചതാണ് എന്നതിൻ്റെ തെളിവാണ് ഇത്, ഈ സനത്. എന്നല്ലാതെ നിങ്ങൾക്കെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനൊന്നും പഠിക്കാനൊന്നുമില്ല, നിങ്ങളെന്തായി വലിയ ആളായി പോയി, അതിനല്ല സനത്. സനത് ആ പഠിച്ചതിൽ ഇതാ ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്. ഇനി പഠിച്ചൂടെ? ഇനിയും പഠിക്കണം, ഇനിയും പഠിക്കണം. മുക്തസർ ബിരുദം എന്ന് പറഞ്ഞു, അതിൻ്റെ അപ്പുറം പഠിക്കാനുണ്ട്. പിന്നെയും ഇൽമ അധികമാക്കണം. ഖുർ റബ്ബി സിദ്നി ഇൽമ, അല്ലാഹു പറഞ്ഞത്. ഇൽമ പഠിച്ചിട്ട് തീർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ്, അത്ര ഇൽമ് ആർക്കുണ്ട്? വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ലൗഹുൽ മഹ്ഫൂദിൽ ഖലം കൊണ്ട് എഴുതിയ കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ നബിൻ്റെ ഇൽമിൽ അല്പമാണത്. മിന്നുലൂമിക്ക തബഈദിൻ്റെ മിന്നുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാഹു നബിൻ്റെ ഇൽമിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ലൗഹുൽ മഹ്ഫൂദിലുള്ളത്. അല്ലാഹു നബിക്ക് അതിനേക്കാൾ കൂടുതൽ അറിവ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നബിയോട് പറയുന്നു റബ്ബി സിദ്നി ഇൽമ എന്ന് പറയണം, എനിക്ക് ഇൽമേറ്റി താ അല്ലാഹ്. അപ്പോൾ ഇൽമ് പഠിച്ചിട്ട് പൂർത്തിയായിട്ടില്ല, പഠിച്ച് പൂർത്തിയായതിനുള്ള സനതും അല്ല. പഠിച്ച ഇൽമിൽ ഞങ്ങൾക്ക് ഉസ്താദുമാരുണ്ട്. അതാണ്, ആ നിലക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഞങ്ങൾക്ക് മനസ്സിലായ എന്തൊക്കെ തെറ്റുകളും ശരികളും അല്ല, ഇത് ശരിയായ ഇൽമാണ് എന്നതിന് ഒരു തെളിവാണ് നിങ്ങൾക്ക് തന്നത്. അതേപോലെ ഖിറാഅത്ത് പഠിച്ചിരിക്കുന്ന ഹാഫിളുകൾ, നിങ്ങൾ ഖുർആൻ പാടാക്കിയിട്ടുണ്ട്. എങ്ങനെ പാടാക്കി? ഒരു ഉസ്താദിൻ്റെ കൂടെ. ഒരു ഉസ്താദിൽ നിന്ന് ഖുർആൻ പഠിക്കൽ ഖുർആനിൻ്റെ അർക്കാനിൽപ്പെട്ട ഒന്നാണ്. എത്രയാ അർക്കാന്? 3 റുക്നുകളുണ്ട്. ഒന്ന്, ഒരു ഉസ്താദിൽ നിന്ന് ഖുർആൻ പഠിക്കണം. 2, മുസഹഫുൽ ഇമാമിൻ്റെ എഴുത്തിനോട് യോജിക്കണം. അതാ റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത്. റസ്മുൽ ഉസ്മാനിനെ ഒരാൾ നിഷേധിച്ചാൽ ഖുർആനിൻ്റെ 3 റുക്നുകളിൽ നിന്ന് ഒന്നിനെ നിഷേധിച്ചവനായി. പിന്നെ അവന് കിട്ടുന്നത് ഖുർആനല്ല, അത് വേറെന്തോ. മൂന്നാമത്തത് അറബി ഖായിദയോട് യോജിക്കണം. അപ്പോൾ ഒരു ഉസ്താദിൻ്റെ പക്കന്ന് കിതാബ് ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഹൈഫളാക്കിയിട്ടുണ്ട്, ഇത് തോന്നിയാസമല്ല. ഉസ്താദിൻ്റെ ഉച്ചാരണം കേട്ട് പഠിക്കാനുണ്ട്, ഉസ്താദിൻ്റെ ചുണ്ട് നോക്കിയിട്ട് പഠിക്കാനുണ്ട്. ാണ് ആ ലമ്മിലേക്കൊന്ന് ചൂണ്ടണം ചിരി കൊണ്ട്. അപ്പൊ ചിരി നോക്കണം, ചുണ്ട് നോക്കണം, ഉച്ചരിക്കുന്നത് കേൾക്കണം. ഇങ്ങനെ പലതും ഉണ്ട് ഖുർആനിൽ പഠിക്കാൻ.
സ്വന്തം ഓതിയാൽ ശരിയാവുകയില്ല. ഒരു ഉസ്താദിന്റെ വക്കന്ന് വലൈസ ബൈനഹു വബൈന തർകി ഇല്ലാ റിയാദത്തും ബിഫക്കി. തജ്വീദിനെ പറ്റി ബഹുമാനപ്പെട്ട ഇമാം ജസരി റളിയല്ലാഹു തആല അൻഹു അൽ മുഖദ്ദിമത്തുൽ ജസരിയിൽ പറഞ്ഞു, വലൈസ ബൈനഹു വബൈന തർകിഹി ഇല്ലാ റിയാദത്തും ബിഫക്കി. തജ്വീദ് ഒരാൾ പഠിച്ചു എന്നാവണമെങ്കിൽ എന്ത് വേണം? തജ്വീദ് പഠിക്കലും പഠിക്കാതിരിക്കലും എന്താ വ്യത്യാസം? പഠിക്കൽ, ഒരു മനുഷ്യൻ ഒരു ഉസ്താദിൻ്റെ മുന്നിലിരുന്ന് ഓതി ഇങ്ങനെ ശീലിക്കുക. ഉസ്താദിൻ്റെ അടുത്തിരുന്നിട്ട് ഓതിക്കും. ഒരു പ്രാവശ്യമല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, എത്രയോ പ്രാവശ്യം ഉസ്താദിൻ്റെ അടുത്തിരുന്ന് പഠിക്കണം. ഉസ്താദ് ഓതുന്നത് കാണണം, ഉസ്താദിൻ്റെ ഹദറത്തിൽ വെച്ച് ഓതണം. അപ്പോഴേ ഒരു മനുഷ്യന് ഖുർആൻ ശരിക്കും ഓതാൻ കഴിയുകയുള്ളൂ. വലൈസ ബൈനഹു വബൈന തർകി ഇല്ലാ റിയാദത്തും ബിഫക്കിഹി. എന്താ തജ്വീദ് പറഞ്ഞാൽ? തജ്വീദ് അക്ഷരങ്ങൾ മഖ്റജിൽ നിന്ന് ഉച്ചരിച്ചാൽ പോരാ. മഖ്റജിൽ നിന്ന് ഉച്ചരിച്ചാൽ ഹർഫ് എല്ലാം സഹിഹായിക്കൊള്ളണമെന്നില്ല. എന്ത്? ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന ഒന്നിലധികം ഹർഫുകളുണ്ട്. ഈ ഹർഫുകൾ വ്യത്യാസമാവുന്നത് എങ്ങനെയാണ്? മഖ്റജ് കൊണ്ടല്ല, ഹർഫിൻ്റെ സിഫത്തുകളെ കൊണ്ടാണ്. സിഫത്തുകളുണ്ട് കുറേ. ഹംസ്, ജഹ്ർ, ഇത്ബാഖ്, ഇൻഫിതാഹ്, ഇങ്ങനെയൊക്കെ കുറേ സിഫത്തുകളുണ്ട്. ഈ സിഫത്തൊക്കെ പഠിക്കണം. സിഫത്തുകളെ കൊണ്ടാണ് ഹർഫ്, ഒരു ഹർഫും മറ്റൊരു ഹർഫുമായിട്ട് വേർതിരിയുന്നത്. അത് വേർതിരിച്ച് തരണമെങ്കിൽ എന്ത് വേണം? ഉസ്താദ് വേണം. അപ്പൊ ഈ സനദിന്റെ അർത്ഥം എന്താണ്? ഒരു ഉസ്താദിൻ്റെ അടുത്ത് ഞങ്ങൾ ഖുർആൻ പഠിച്ച് ഹിഫളാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇനിയും വേണം. ഉസ്താദിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെയും ഓതിക്കൊണ്ടേയിരിക്കണം. ഓതിക്കൊണ്ടിരിക്കണം ധാരാളം. ഖുർആൻ എത്രയും പെട്ടെന്ന് മറന്നു പോകുന്നൊരു കാര്യമാണ്. അല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ഒട്ടകത്തിനൊരു കയറിൽ കെട്ടിയിട്ടാൽ അതിനെ ശ്രദ്ധിച്ചും കൊണ്ടേയിരിക്കണം. കയറെന്തായി, അല്ലെങ്കിൽ ഒട്ടകം അതിനെ പൊട്ടിച്ചിരി പാഞ്ഞേക്കും. അതേപോലെ ഖുർആൻ എത്രയും പെട്ടെന്ന് ഓടും. അതുകൊണ്ട് എല്ലാ ദിവസവും എപ്പോഴും അത് ഓതിക്കൊണ്ടേയിരിക്കണം. കാണാപ്പാടാക്കിയതിരിക്കുന്ന ഖുർആൻ മറക്കല്, അതിൻ്റെ വിധി എന്താ? മറക്കല് ബന്ധോഷമാണ്. ബന്ധോഷങ്ങളുടെ കൂട്ടത്തിൽ വലിയ ബന്ധോഷമാണ് പാടാക്കിയത് മറക്കല്. അതും കൂടി ഓർമ്മിച്ചുകൊള്ളണം. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഓതിക്കൊണ്ട് ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഖുർആൻ ഹിഫളാക്കാൻ പറ്റുകയുള്ളൂ. പലരും പറയലുണ്ട്, എനിക്കൊരു കുട്ടി ജനിച്ചു, അതിനെ ഹാഫിളാക്കാൻ എനിക്ക് വലിയ താല്പര്യമാണ്. ഓ, നല്ലത് തന്നെയാണ്, ഹാഫിളാക്കൽ നല്ലത് തന്നെയാണ്. ഖുർആൻ ഹിഫളുള്ളവർ ഹാഫിളുകൾ ഇവിടെ ഉണ്ടാവൽ ഫർദ് കിഫയാണ്. പക്ഷെ ഹാഫിളായാൽ അത് മറന്നു പോയാലോ പിന്നെ എന്താ? ഹിഫളാക്കിയിട്ട് പിന്നെ ആ കുട്ടി കച്ചവടം ചെയ്യാനോ അല്ല വേറൊന്നും ജോലിക്കോ പോയി, ഈ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല. ആ കുട്ടി കുറ്റക്കാരനായി. ആ കുറ്റക്കാരായ കാരണം ആരാവുന്ന രക്ഷിതാവാകുന്നു. ഖുർആൻ 30 ജുസ് കാണാപ്പാടാക്കിയാൽ
അത് ഓതിക്കൊണ്ടിരിക്കാം, ധാരാളം കൂലി കിട്ടും. പക്ഷെ കൂലി കിട്ടും, ഖുർആൻ ഓതിയ കൂലി കിട്ടുമെന്നല്ലാതെ നിസ്കാരത്തിൻ്റെ ഫർള് അറിയുമോ? അതൊന്നും ഖുർആൻ 30 ജ്യൂസ് കാണാപ്പാടാക്കിയാലും അറിയില്ല. അത് വേറെ തന്നെ പഠിക്കണം, അത് വേറെ തന്നെ പഠിക്കണം. നോമ്പിനെ പറ്റി, സക്കാത്തിനെ പറ്റി, ദീനിൻ്റെ എല്ലാ നിയമങ്ങളും ഈ ഹിഫ്ള് അല്ലാത്ത വേറെ വഴിയിലൂടെ പഠിക്കണം. ഹിഫ്ളാക്കൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ കുട്ടീനെ ഹാഫിളാക്കണം എന്ന് അറിയിട്ട് ഒരു ആലിമാക്കണം എന്ന ആഗ്രഹമുണ്ട്, അത് പറയൂ. ആലിമാക്കണം, ആലിമ ഇൽമോടിക്കുക. ആ ഇൽമോടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാധിക്കുന്നത്ര ഖുർആൻ ഹിഫ്ളാക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം പഠിപ്പിച്ച് പെണ്ണ് പിന്നെ കല്യാണം കഴിഞ്ഞ് അവളെന്തായി പ്രസവിച്ച് കുട്ടികളെ സംരക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും സാധ്യമല്ല ഇത് ഓർമ്മ നിൽക്കാൻ. ചില ആൾക്ക് സാധിക്കും, ആർക്കും സാധ്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്ക് സാധിച്ചേക്കും, എല്ലാവർക്കും സാധ്യമല്ല. അപ്പം അങ്ങനെ ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഹാഫിളാക്കണം ഹാഫിളാക്കണം എന്ത് ആഗ്രഹിക്കൽ, അത് ചെയ്യൽ, അത് എല്ലാവർക്കും അത് ശരിയായി വന്നോളണം എന്നില്ല. ഇത് മനസ്സിലാക്കണം. അങ്ങനെ ഹിഫ്ള്, അതുപോലെ കിതാബ് ഓതിയ ആളുകൾക്കുള്ള സനദ്, 2 വിധത്തിലുള്ള സനദ് ഇവിടെ കൊടുത്തു. ഈ സനദിന് വലിയ മാനയുണ്ട്, ചെറിയ വിഷയമൊന്നല്ല. നിങ്ങൾക്ക് തോന്നിപ്പോ എന്താ ഈ സനദ് കിട്ടിയിട്ടിപ്പോൾ എന്താ? ഇപ്പോൾ ഇത് ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് കൊണ്ടുപോയി കൊടുത്താൽ ജോലി കിട്ടോ? കിട്ടൂല. പിന്നെന്തിനിത്? മതിലോട് തൂക്കിയിടാനാ? മതിലോട് തൂക്കിയിട എന്ത് ഫലം? പിന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും ഗൾഫിൽ ചില സ്ഥലത്ത് പോയാൽ ജോലി കിട്ടിയാലായി. അതല്ല ഇതിൻ്റെ ഉദ്ദേശം. ഈ സനദ് ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്താദുമാരുടെ പരമ്പര, ഇതിന് എത്ര ബലമുണ്ട് അത് ഒന്നും കൂടി മനസ്സിലാക്കണം. ഞാൻ ഒരു വിഷയം മാത്രം പറഞ്ഞ് നിർത്തിയാണ്. അബൂ സുറഅത്ത് റാസി ഹദീസിൻ്റെ വലിയ ഇമാമാണ്. അബൂ സുറഅത്ത് റാസി റളിയല്ലാഹു തആല മുഹദ്ദിസ് മാത്രമല്ല, നാഖിദുൽ ഹദീസാണ് അവർ. ഹദീസും ഇൽമുൽ ഹദീസും ധാരാളം അറിയുന്നവരും അതിൻ്റെ നാഖിദ് നിരൂപകനും കൂടിയാണ്. ഇൽമുൽ ഹദീസിൻ്റെ ഒരു നാഖിദും കൂടിയാണ് അബൂ സുറഅത്ത് റാസി റളിയല്ലാഹു തആല അൻഹു. അബൂ സുറഅത്ത് റാസി റളിയല്ലാഹു തആല റയ്യിലാണ്. അവർക്ക് എന്ന് മാത്രമല്ല, റയ്യിലുള്ള എല്ലാവർക്കും വിവരം കിട്ടി. എന്തെന്ന്? ഈ റയ്യിലൂടെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് നിസാബൂറിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇന്നേ ദിവസം റയ്യിലെത്തും. ഇതിലൂടെ പോകുമ്പോഴേക്ക് അലി റളിയല്ലാഹു തആല അൻഹു ആര്? സയ്യിദുനാ മൂസൽ കാളിം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകനാണ്. അല്ല, അലി ഇബ്നു അബീ താലിബ്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അവരുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, അവരുടെ മകനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു തആല. മുഹമ്മദുൽ ബാഖിർ എന്നവരുടെ മകനാണ് ജാഫർ സാദിഖ് റളിയല്ലാഹു തആല. ജാഫർ സാദിഖിൻ്റെ മകനാണ് അലി റളിയല്ലാഹു തആല. അങ്ങനെ അവരുടെ മകൻ മൂസൽ കാളിം റളിയല്ലാഹു തആല. അലി റളിയല്ലാഹു തആല ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ള വിവരം കിട്ടി. അങ്ങനെ ആ ദിവസം
റയ്യിലൂടെ കടന്നു പോകുന്ന ദിവസമായപ്പോൾ റയ്യുകാരെല്ലാം ഒരുമിച്ചുകൂടി 10,000 ആളുകൾ. ഇമാമായ അബൂ സുറഅത്ത് റാസി അവരുടെ അതേ സ്ഥാനത്തുള്ളത് ഇരിക്കുന്ന വലിയ മുഹദ്ദിസീങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആളെല്ലാം തെളിച്ചു കൂടിയ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വാഹനം വന്നു. അന്നെന്ത് ഒട്ടകം. ആ ഒട്ടകപ്പുറത്ത് ഒരു കട്ടിൽ വെച്ച് അതിന് ചുറ്റുഭാഗം മറ ഒക്കെ കെട്ടി മറച്ചിട്ടുണ്ട്. അങ്ങനെ റയ്യിലെത്തിയപ്പോൾ അലി റളിയല്ലാഹു അബൂ സുറഅത്ത് റാസിയും മറ്റുള്ള മഹാന്മാരും എല്ലാം കൂടി അലി റളിയല്ലാഹു തആല അൻഹുവിനോട് അപേക്ഷിച്ചു, ഒന്നിവിടെ അല്പസമയം നിൽക്കണോ. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു അവിടെ വാഹനത്തെ നിർത്തിയപ്പോൾ പിന്നെ അപേക്ഷ എന്താണ്? നിങ്ങളെ മുഖം കാണുന്നില്ല, മുഖം ഒന്ന് തുറക്കണം. എന്തിന്? നിങ്ങളെ മുഖം കണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടി. അങ്ങനെ മുഖം തുറന്നു ഭയങ്കര ശബ്ദവും കോലാഹലവുമാണ് ഈ മുഖം കണ്ട സന്തോഷം കൊണ്ട്. നേതാക്കളൊക്കെ ജനങ്ങൾ അടക്കിയിരുത്തി ശബ്ദിക്കരുതേ. അങ്ങനെ മുഖം കണ്ടതിന് ശേഷം അബൂ സുറഅത്ത് റാസിയും അവരെ പോലത്തെ അലിമീങ്ങളും അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഹദീസ് പഠിപ്പിക്കണോ, അത് നിങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ ആ സനദിലൂടെ ആവണോ. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹു പറയാൻ തുടങ്ങി. ഹദ്ദസനി അബി ജഅഫർ അസ്-സാദിഖ് ഖാല ഹദ്ദസനി അബി മുഹമ്മദ് അൽ-ബാഖിർ ഖാല ഹദ്ദസനി അബി അലി സൈനുൽ ആബിദീൻ ഖാല ഹദ്ദസനി അബി حسين الشهيد بكربلاء قال حدثني أبي علي بن أبي طالب رضي الله تعالى عنهم قال حدثني رسول الله صلى الله عليه وسلم عن جبريل الرب العزة الله بنتوت قال الله برجو لا إله إلا الله حسني من دخله كان آمنا لا إله إلا الله എന്ന തൗഹീദിൻ്റെ കലിമത്ത്, അത് ഹിസ്നി, എൻ്റെ കോട്ടയാണത് അല്ലാഹ് പറയുന്നത്. മൻ ദഖലഹു കാന ആമിന, ആ കോട്ടൻ്റെ അകത്തൊരാൾ കടന്നാൽ പിന്നെ അവനിക്കൊരു പേടിയുമില്ല, സ്വർഗത്തിലായിപ്പോയി അവൻ. ഈ ഹദീസ് ഇത് അബൂ സുറഅത്ത് റാസിയും മറ്റുമെല്ലാം ഇതിനു മുമ്പ് എത്രയോ വട്ടം കേട്ടതും പഠിച്ചതുമായ ഹദീസാണ്. പക്ഷെ ഈ സനദിലൂടെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളൊരു സനദ് ഈ ഹദീസ് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ കുറേ ആലിമീങ്ങളുണ്ട്, പലരും അത് എഴുതിയെടുത്ത് എന്ന് മാത്രമല്ല, അന്നുള്ള ആലിമീങ്ങൾ പലരും പറഞ്ഞു, വസിയത്ത് ചെയ്തു. എന്ത് വസിയത്ത് ചെയ്തു? ഈ സനദ് ഇത് ഞാൻ മരിച്ചാൽ ഞാൻ എഴുതി വെക്കുന്ന ഈ സനദ്, ആ എഴുത്ത് എൻ്റെ മയ്യത്തിൻ്റെ കൂടെ ഖബറിൽ വെക്കണമെന്ന് വസിയത്ത് ചെയ്തു. എന്താ, എനിക്കിത് അമാനാണ്, ഖബറിൽ എനിക്ക് രക്ഷക്കുള്ളൊരു വഴിയാണ് ഈ സനദ്. വലിയ മഹാന്മാരാണ് ഈ സനദിലുള്ളത്. വലിയ മഹാന്മാർ, സാദാത്തുക്കളുടെ സിൽസിലയാണിത്.
അങ്ങനെ ഖബറിൽ വെക്കാം. ഒരു ഫിഖ്ഹ് മസലയും കൂടി അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു സാദാത്തുക്കൾ, തങ്ങന്മാർ സിൽസില കൊടുത്തേരിക്കുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. അതിൽ നമ്മളെക്കാൾ വലിയ ഒരു കാലം കഴിഞ്ഞല്ലോ മുമ്പുള്ള, അന്നുള്ള വയസ്സന്മാർ, വയസ്സത്തിമാർ, അവരൊക്കെ മരിക്കുന്നതിന് മുമ്പേ വസിയത്ത് ചെയ്യും. അത് എൻ്റെ സിൽസിലയാണ്, ഇന്ന നാട്ടിലെ ഉദ്യാപുരത്തെ അല്ലെങ്കിൽ ആദൂർ അല്ലെങ്കിൽ വളവട്ടണം തങ്ങളുടെ സിൽസിലയാണ് എൻ്റെ ഖബറിൽ വെക്കണം. ഇത് ഖബറിൽ വെക്കുമ്പോൾ ചില ആള് ഹേയ് ഖബറിൽ വെച്ചൂടാ എന്ന് എതിർക്കുന്ന ആളുകളും ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ആ എതിർക്കൽ ശരിയല്ല. എന്താ, ബർക്കത്തിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. പക്ഷെ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാലായി, അതിൽ വലിയ മഹാന്മാരുടെ പേരാണുള്ളത്. ഖബറിൽ മയ്യത്ത് ചീഞ്ഞ് ചെലവും ചോരയൊക്കെ ആയാലോ ഇതിന് മുട്ടാൻ പാടില്ല. അപ്പം നല്ല ഒരു കുപ്പിയിൽ നിറച്ചിട്ട് കുപ്പീനെ ബന്ധാക്കിയിട്ട് ഖബറിൽ വെക്കുമ്പോൾ ആ മറ്റേ ഇനി മൂടുകല്ല് വെക്കുന്നില്ല, ആ മൂടുകല്ലിന് തൂക്കി വിട്ടാൽ ഏറ്റവും നല്ലതാണത്. അങ്ങനെ തീരെ വെക്കാൻ പാടില്ല എന്നില്ല. ഇലാഹി അനല്ലാസി ഖനിയാ മിനൽ ഇഹ്സാനി ഹാബിൽ മസാവി. ഇമാം യാഫി അവരുടെ ഇർഷാദുൽ യാഫിയിൽ പറഞ്ഞൊരു ബൈത്താണ്, കുറച്ച് ബൈത്തുകളുണ്ട്. ആ ബൈത്തിനെ സംബന്ധിച്ച് ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഈ ബൈത്തുകൾ എൻ്റെ മയ്യത്തിൻ്റെ കൂടെ ഖബറിൽ വെക്കണം. ഇലാഹി എന്ന് അള്ളാഹുവിൻ്റെ പേരുണ്ട് അവിടെ. ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു ആരാണ്? വലിയൊരു ഖുതുബാണ്, വലിയ ഫഖീഹാണ്, വലിയ ഫിഖ്ഹ് അറിയുന്ന മഹാനാണ് ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു. ഇതൊക്കെ നമ്മൾക്ക് തിരിയിലാണ്. ഇമാം സുലൈമാനുൽ ജമൽ റളിയല്ലാഹു തആല അൻഹു ശറഹുൽ മൻഹജിൻ്റെ ഹാശിയിൽ ഈ വെക്കുന്ന രീതി ഇങ്ങനെ നല്ല സൂക്ഷിച്ചും കൊണ്ട് വെക്കുന്നതിന് വിരോധമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സനദിനെ ഖബറിൽ വെക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിരിക്കുന്ന ആലിമീങ്ങൾ അന്ന് സനദിൻ്റെ സ്ഥാനം നോക്കണം. നമ്മളുടെ സനദിൽ ഉസ്താദിൻ്റെ പേരുണ്ടാവും. ഉസ്താദിൻ്റെ പേരുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ഉസ്താദിൻ്റെ പേരുണ്ടാവും, ഇല്ലെങ്കിലോ ഉസ്താദിൻ്റെ പേര് എഴുതി പിന്നെ ഇലാ ആഖിരിഹി എന്ന ഫലത്തിലാണത്. ഇലാ ആഖിരി എവിടെ എത്തും? റബ്ബുൽ ഇസ്സത്തിലേക്ക് എത്തും. അങ്ങനെയുള്ള ഈ സനദിൽ ആരൊക്കെ ഉണ്ടാവും? സാദാത്തുക്കൾ ഉണ്ടാവും. വലിയ വലിയ ഔലിയാക്കളായ ഉഖറവിയായ ആലിമീങ്ങളുടെ പേരാണുള്ളത്. അതിന് വലിയ ബറക്കത്തുണ്ട്. അപ്പോൾ ഇൽമിൽ നമ്മൾക്ക് ബറക്കത്ത് കിട്ടി. പഠിച്ചിട്ട് കുറേ വായിക്കാൻ അറിഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഉസ്താദുമാരുടെ പൊരുത്തം വേണം. ഉസ്താദുമാരുടെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമാണ് ഇൽമിൽ ബറക്കത്തുള്ളത്. പൊരുത്തമില്ലേ, ഉസ്താദുമാരുടെ പൊരുത്തമില്ലെങ്കിൽ ആ ഇൽമിൽ എന്തില്ല, ബറക്കത്തില്ല, തീർച്ചയാണ്. അതിൻ്റെ ദൂഷ്യം ജീവിതത്തിൽ കാണാതിരിക്കുകയില്ല. എത്രയോ അനുഭവങ്ങളാണ് നമ്മൾക്ക്. ധാരാളം കിതാബ് തിരിയുന്ന ആളുകൾ, എത്രയോ ഹദീസുകൾ കാണാപ്പാടുള്ള ആളുകൾ, അവരെ ഇൽമിൽ ഒരു ബറക്കത്തുമില്ലാതെ ജീവിത രീതി പല നിലക്കുമായിട്ട് പോയതിരിക്കുന്ന ആളുകളുണ്ട്. ഞാനൊരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരാളെ പറ്റി അന്വേഷിച്ചു. ആള് നാടേത് ഞാൻ പറയില്ല, പറയാൻ പാടുള്ളതല്ല. ഇന്ന ആളെന്തായി, നല്ല കിതാബ് അറിയുന്ന നല്ല പ്രാസംഗികനായ ആളാണ്. അപ്പോൾ അവർ പറഞ്ഞു, അയാളെപ്പറ്റി ചോദിക്കരുത്, എന്താ എന്തൊക്കെ ആയിപ്പോയി. അവസാനം ഉമ്മാനെ ഉപ്പാനെയൊക്കെ അടിച്ചു. ഇപ്പം ആർക്കും വേണ്ടാതായിട്ടുണ്ട്.
എന്താ തുടങ്ങിയത് എവിടെതാണ്? ഉസ്താദുമാരുടെ പൊരുത്തക്കേടാണ്. അത് വളരെ വ്യക്തമാണ്, സംഭവം അറിയുന്നതുമാണ്. ഉസ്താദുമാരുടെ പൊരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ടെന്ന് അവിടുന്ന് വന്ന് മാതാപിതാക്കളെ അടിച്ചു. ഇത് മോശമായി പിന്നെല്ലാം പൊരുത്തമില്ലാത്തിരിക്കുന്ന പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉസ്താദുമാരെ വളരെയധികം ബഹുമാനിക്കേണ്ടതുണ്ട്. ഉസ്താദിനത്ര തഖ്വയില്ല. ഇങ്ങനെ ആക്ഷേപിക്കുന്ന ആളുമുണ്ട്. ഇൽമല്ലുണ്ട് ഉസ്താദിന്, തഖ്വ പോരാ. നിനക്ക് ആ തഖ്വയില്ലാതെ ആവല് തന്നെ ആയിട്ട് വരും ശാപം. അതിനേക്കാൾ മോശമായ തഖ്വ. നീ എത്ര തഖ്വ ചെയ്താലും ഉസ്താദുമാരുടെ പൊരുത്തമില്ലാതെ തഖ്വ ചെയ്തിട്ട് എന്ത് ഫലം? അല്ലെങ്കിൽ ഉസ്താദിന് ഇതറിയാം, പക്ഷെ നഹ്വ് സർഫിന് വലിയൊരു കഴിവ് പോരാ. അല്ലെങ്കിൽ നഹ്വ് സർഫ് അതൊക്കെ അറിയും, ഫിഖില് കഴിവ് പോരാ. അല്ലെങ്കിൽ തസവ്വുഫിൽ കഴിവ് പോരാ. നീ ഉസ്താദിന് മാർക്കിടാനായി. നിനക്ക് മാർക്കിട്ടിട്ടാണ് ഉസ്താദ് സരത് കയറുന്നത്. എന്നിട്ട് കുറച്ചാൾ കഴിയുമ്പോഴേക്ക് ഉസ്താദിന് നീ മാർക്ക് കൊടുക്കാനായി. നിന്റെ ഇൽമിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല, ഒരു ബറക്കത്തും ഉണ്ടാവില്ല. ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. സ്കൂളിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല ഹെഡ് മാസ്റ്റർ. എന്തോ ഒരു കാരണത്താൽ എനിക്ക് തരണമെങ്കിൽ ഇന്നത് വേണം എന്തോ എന്ന് പറഞ്ഞ്. അപ്പം ഇവനെന്ത് ചെയ്ത്, അന്നത്തെ പഴയ സ്കൂളല്ല ഓടെടുത്തിട്ട് ഓഫീസ് റൂമിൽ ഇറങ്ങി പിറ്റന്നാൾ സർട്ടിഫിക്കറ്റ് എടുത്ത്. മാസ്റ്റർ വരുമ്പോഴേക്ക് ഇവൻ പുറത്തിറങ്ങുന്നുണ്ട്. അവന് സാർ ഞാനൊന്നും എടുത്തില്ല, സർട്ടിഫിക്കറ്റ് മാത്രം ഞാൻ എടുത്തത്, എൻ്റെത്. ആയിക്കോട്ടെ, കട്ടിട്ടെടുത്തതാണല്ലോ, കക്കാൻ സർട്ടിഫിക്കറ്റായി എന്ന് മുസ്ലിം അല്ലാത്തവർ ഹെഡ് മാസ്റ്റർ പറഞ്ഞു. പിന്നെ ആ ചങ്ങായി ഏറ്റവും വലിയ പേര് കേട്ട കള്ളനായി മാറി. പേര് പറഞ്ഞിട്ട് കാക്കൽ. സർക്കാരോട് പറയും, നിങ്ങൾ ഒരു ദാനമൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ തരുന്നില്ല, ഞാൻ ചോദിച്ചാൽ തന്നില്ല, ഞാൻ നിങ്ങളെ പുരയിന്ന് കക്കൂ. എപ്പോൾ കക്കും? ഇന്ന നാളിൽ കക്കും. ആ പറഞ്ഞതുപോലെ കക്കും. കക്കാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ അനുഭവത്തിലുള്ളതാണ്. തെറ്റ് ചെയ്ത ആളുകളെ വിവരിക്കുമ്പോൾ അവരെ നാടും പേരും അതൊന്നും പറഞ്ഞൂടാ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പഠിപ്പിച്ചതിരിക്കുന്ന ഗുരുനാഥനെ നിന്ദിക്കുക എന്നുള്ളത് അതിനേക്കാൾ മോശമായ വേറൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഉസ്താദുമാരുടെ പൊരുത്തമാണ് ഈ സനത്. അതിനെ പരിപൂർണമായി നിങ്ങൾ സ്വീകരിക്കണം. നല്ല നിലക്ക് നിങ്ങൾ ജീവിക്കണം. ഇനിയും കിതാബ് ധാരാളം നോക്കണം. നിങ്ങൾ പഠിച്ച ആ ഫണ്ട് അല്ലാത്തതും നല്ല പോലെ വായിച്ച് സംശയം വരുമ്പോൾ നിങ്ങളെക്കാൾ വലിയ ആലിമീങ്ങളോട് ചോദിച്ച് പഠിക്കുക, ഉസ്താദുമാരോട് ചോദിച്ച് പഠിക്കുക. പഠിച്ച് ഇൽമു വർദ്ധിക്കണം. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദ്വാരന്നും കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.